ഹായ് ഹലോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അഫിൾ മുസ് എന്ന് പറയുന്ന സാധനമാണ്. അതുകൊണ്ട് ജർമ്മനിയിൽ അഫിൾ മുസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ആപ്പിൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഇത്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആപ്പിൾ അലർജിയാണ്, അതായത് റോ ആയിട്ട് തന്നെയാണ് ആപ്പിൾ അലർജിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സാധനം ഫ്രൂട്ട്സും വെജിറ്റബിൾസും അലർജി ഉള്ളത് ഞാൻ വേവിച്ച് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ അഫിൾ മുസ് ആപ്പിൾ വെച്ചിട്ടുണ്ടാക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ്. മെയിൻലി ആപ്പിൾ ഞാനിവിടെ ഒരു 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്, വലിയ ആപ്പിളാണ്. പിന്നെ കുറച്ച് ഷുഗർ, ഇത് മറ്റേ അൺറിഫൈൻഡ് ഷുഗറാണ്. കുറച്ച് ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല മധുരമുള്ള ആപ്പിളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സിംറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറുകപ്പട്ട പൊടിച്ച പൊടിയാണ്. അതായത് ഇവിടെ ഇങ്ങനത്തെ കുപ്പിയിൽ കിട്ടും. അപ്പോൾ ഇത് 3 നമുക്ക് വേണ്ട സാധനം. ഇനി കുറച്ച് വെള്ളവും കൂടെ വേണം. നമുക്ക് ആപ്പിൾ വേവിക്കാനായിട്ട് ഒരു പാത്രം അത് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ആപ്പിൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മാക്സിമം ഇതെന്ന് വെച്ചാൽ ഇത് ആപ്പിൾ ഉടയും. അപ്പോൾ ആ ഉടയാൻ വേണ്ട ഒരു വെള്ളം ഞാനൊരു ലെറ്റ്സ് സേ ഒരു 50 ml, 50 ഒരു 100 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. 100 ml വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ, ഒരു മാക്സിമം ഒരു 4 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ആ വെള്ളത്തിലൊന്ന് ഇതാവാനായിട്ട്. അതിനുശേഷം ഇതിന് കുക്ക് ചെയ്യാൻ വേണം. അങ്ങനെ നമ്മുടെ ആപ്പിൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ വെള്ളം പാടില്ല, എന്ന് വെച്ചാൽ നല്ലപോലെ ഇങ്ങനെ നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഇതിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ ആ കറുകപ്പട്ടയുടെ പൊടി എന്ന് പറയില്ലേ, ഒരു കുറച്ച്, കാരണം അത് നല്ല സ്ട്രോങ് ആണല്ലോ, അപ്പം അത് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. ചെറിയ ഓട്ടമുള്ള സ്ഥലത്ത് ഓക്കെ ഇതിട്ട് കൊടുക്കാം. ഇത് കുറച്ചിട്ടാൽ മതി, കാരണം അത് നല്ല സ്ട്രോങ് മണവും ടേസ്റ്റും വരുമല്ലോ. എന്നിട്ട് ഇത് സ്പൂൺ കൊണ്ട് പറ്റാവുന്ന ഉടച്ചെടുക്കുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മുടെ വല്ല മിക്സി വേണ്ട, അല്ലാണ്ടുള്ള ഇതില്ലേ, അതായത് എനിക്ക് അതിൻ്റെ പേരറിയാൻ പോലെ ഇങ്ങനെ ഉടച്ചെടുക്കുന്ന സാധനം, അതിനകത്തോ എന്തെങ്കിലും ഇട്ട് ഇത് എങ്ങനെയൊക്കെ വെച്ചാലും ഈ സാധനം ഉടഞ്ഞ് ഇതിൻ്റെ അതായത് തൊലി കുറച്ച് ഉടയാൻ പാടായിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് അരച്ചെടുക്കുന്ന പോലെയുള്ള ഒരു സാധനം വേണം. എന്നിട്ടത് ഒരു ജാം പോലെ ആയി കിട്ടും. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഒരു ജാമി ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ അരച്ചെടുക്കാൻ പാകത്തിനായിട്ട് തണുക്കാൻ വയ്ക്കാം. ഞാനപ്പോൾ ഇത് ഇങ്ങനെ ഒരു നല്ല പേസ്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചില്ലു കുപ്പിയിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇതൊരു 3-4 ദിവസമൊക്കെ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനമെന്ന് വെച്ചാൽ ഇവിടെ ഒരു 2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിലിരിക്കാം. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ സാധനം ആയതുകൊണ്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു 3-4 ദിവസമൊക്കെ ചേർന്ന് ഇതാക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പം ഇത് കുട്ടികൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അങ്ങനെ ആൾക്കാർ കൊടുക്കാമെന്ന് വെച്ചാൽ ക്യാരറ്റ് വേവിച്ച് അരച്ചതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അധികം ടേസ്റ്റിൽ, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് സൈഡിലായിട്ട് പോകുന്ന ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ അത് പ്യൂറി ആക്കിയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കുറേ ആൾക്കാർ നമ്മളിപ്പം ഓവർനൈറ്റ് ഓട്സ് ഒക്കെ കഴിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കാം. കാരണം ഇതൊരു ഒരു ചെറിയ സ്വീറ്റ്നെസ്, ഒരു പിന്നെ മറ്റേ നമ്മുടെ കറുകപ്പട്ടയുടെ ഒരു ചെറിയൊരു ഫ്ലേവർ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു.